പല വെറൈറ്റീസിലുള്ള കുറച്ച് ഓർക്കിഡ് പ്ലാന്റ്സ് കണ്ടാലോ? ഓർക്കിഡിൻ്റെ കെയറിങ്ങിനെ കുറിച്ചും പൂക്കൾ ഉണ്ടാകാൻ എന്ത് മരുന്നാണ് കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ഓർക്കിഡ് എങ്ങനെ റീപോർട്ട് ചെയ്യാമെന്നതിനെക്കുറിച്ചും പിന്നെ അതിൻ്റെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി പൂക്കൾ കൂടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഹോം മെയ്ഡ് ഫെർട്ടിലൈസറിനെ കുറിച്ചുമൊക്കെയുള്ള ഒരു വീഡിയോയാണ്. നല്ല ഫ്ലവേഴ്സ് ഉള്ള തൈകളാണ് ഓർക്കിഡിൻ്റേതെങ്കിൽ നമുക്കൊരു 250 രൂപയ്ക്ക് മുകളിലോട്ടാണ് നമുക്ക് തൈകൾ വാങ്ങിക്കാൻ കിട്ടുന്നത്. അതല്ല ഫ്ലവേഴ്സ് ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് 100 രൂപ തൊട്ട് നമുക്ക് ഈ തൈകൾ മേടിക്കാനായിട്ട് കിട്ടും. ഫ്ലവേഴ്സ് ഇല്ലാത്ത പ്ലാന്റ്സ് ആണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ നമുക്കിത് വീട്ടിൽ കൊണ്ട് ചെന്നിട്ട് ഇതേപോലെ പറയുന്ന പോലെ തന്നെ നമുക്ക് റീപോർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫെർട്ടിലൈസർ സമയാസമയങ്ങളിൽ ഇട്ടുകൊടുത്ത് നമുക്ക് നല്ല പോലെ കെയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഫ്ലവറിങ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഫ്ലവറിങ്സ് മാത്രമല്ല, നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെയും തൈകളും ആക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ ഇരിക്കുന്ന പ്ലാന്റൊക്കെ നമുക്ക് റീപോർട്ട് ചെയ്യാൻ ടൈമായ പ്ലാന്റാണ്. 2-3 ഷൂട്ടൊക്കെ വന്നിട്ട് നല്ല വലിയ പ്ലാന്റാണ് ഈ ചെറിയ പോട്ടിലിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് റീപോർട്ട് ചെയ്യാനുള്ള സമയം കഴിഞ്ഞതാണ്. റീപോർട്ട് ചെയ്യാനുള്ള സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പുതിയ തൈകളൊന്നും ഉണ്ടാകാതെ തീരെ കൺജസ്റ്റഡ് ആയിട്ട് പോകും. റീപോർട്ട് ചെയ്യുമ്പോൾ ഇതിലും വലിയ സൈസിലുള്ള പോട്ടിലേക്ക് വേണം നമ്മൾ റീപോർട്ട് ചെയ്യാൻ. ആ വെച്ചിരിക്കുന്ന തൊണ്ടിലോട്ടും കരിയിലോട്ടുമൊക്കെയാണ് ഇപ്പോൾ വേര് പടർന്നു പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും വേര് പൊട്ടാതെ ശ്രദ്ധിച്ചെടുത്തതിന് ശേഷം നമുക്കിത് പുതിയ ചട്ടിയിലേക്ക് പുതിയ പോട്ടിംഗ് മിക്സ്ചർ ആക്കിയിട്ട് അതിലേക്ക് വെക്കാം. പിന്നെ ഓർക്കിഡ് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഒച്ചുകളുടെ ശല്യമാണ്. കാണുമ്പോൾ തന്നെ അതിനെ എങ്ങനെയെങ്കിലും റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഒരൊച്ച് വന്ന് ഇരുന്ന് കഴിയുമ്പോൾ ബാക്കി ചെടികളിലേക്കും കൂടി അതാകുകയും അത് അവിടെ ഇരുന്ന് സ്പ്രെഡ് ആകുകയും ചെയ്യും. മുമ്പൊരു വീഡിയോ ചെയ്തതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിറാക്കിൾ മിക്സും NPK നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഈ പ്ലാന്റിന് ഭയങ്കരമായിട്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കുന്ന ഫെർട്ടിലൈസേഴ്സാണ്. അതും കൂടി ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓർക്കിഡ് ഫ്ലവേഴ്സ് ആണെങ്കിൽ സിംഗിൾ കളേഴ്സിലും കാണും, കോമ്പിനേഷൻ കളേഴ്സിലും കാണും, ഡിഫറൻറ്റ് ഷെയ്ഡ്സ് ചേരുന്നതായിട്ടൊക്കെ കാണും. ശരിക്കും പറഞ്ഞാൽ ആ കളർ കോമ്പിനേഷൻ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഉണ്ടാക്കുന്നത്. ഒരു ഫ്ലവറിൽ തന്നെ 1, 2, 3 കളേഴ്സൊക്കെ കാണും. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല മൊട്ട് കണ്ടിട്ട് ഇത് ഏത് കളർ ഫ്ലവേഴ്സ് ആണെന്നൊന്നും. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് കുറച്ച് ഫ്ലവേഴ്സ് ഇല്ലാത്ത ഓർക്കിഡിൻ്റെ തൈകളാണ്. ഈ ഓർക്കിഡിൻ്റെ തൈകൾ നമുക്ക് എങ്ങനെയാണ് റീപോർട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത്. ഇത് ഓൾറെഡി ഇതിൻ്റെ തൈകൾ സൈഡിൽ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് റീപോർട്ട് ചെയ്ത് നല്ലതുപോലെ നമ്മൾ ഫെർട്ടിലൈസറൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും, നല്ല ഫ്ലവേഴ്സും ഉണ്ടാകും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ ഹോളുള്ള ഓർക്കിഡ് പോട്ടുകൾ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇത്തരം ഓർക്കിഡ് പോട്ടുകളിലാണ് നമ്മൾ പ്ലാന്റ് വെക്കേണ്ടത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ ഓർക്കിഡ് പ്ലാന്റ് വെക്കുമ്പോൾ ഒരിക്കലും മണ്ണ് യൂസ് ചെയ്യാൻ പാടില്ല. ചകിരിയുടെ പീസ്, ചെറിയ പീസുകൾ, കരി, പിന്നെ നമ്മൾ ഓടിൻ്റെ കഷ്ണം, ഇത് 3 നമ്മൾ ഇന്ന് റീപോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഈ ഓടിൻ്റെ കഷ്ണം ചെറിയ പീസുകളാക്കുക. അതുപോലെ തന്നെ കരി നമുക്ക് പാക്കറ്റിൽ മേടിക്കാനായിട്ട് കിട്ടും. അതുപോലെ തന്നെ തൊണ്ടിൻ്റെ ചെറിയ പീസുകൾ നമുക്ക് കിലോ കണക്കിന് നമുക്ക് പാക്കറ്റുകളിലാക്കിയിട്ട് വിൽക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും. ആവശ്യത്തിന് നമുക്ക് മേടിച്ചാൽ മതിയാകും. കരിയും
കൊക്കിരി അല്ലെങ്കിൽ തൊണ്ടിൻ്റെ പീസുകൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ നിന്നും കിട്ടും. പക്ഷെ വീട്ടിൽ നിന്ന് കിട്ടുന്നത് വെക്കുമ്പോൾ പല സമയങ്ങളിലും നമുക്ക് ഒച്ചിൻ്റെ ശല്യം കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട്. കടയിൽ നിന്ന് മേടിക്കുന്ന ചകിരിയും കരിയും ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒച്ചിൻ്റെ ശല്യം അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല വലുതായിട്ട്. ഈ പറഞ്ഞ ഓടിൻ്റെ കഷ്ണവും കരിയും ചകിരിയും കൂടി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അതിനകത്ത് ചെടി ഇറക്കി വെച്ച് ഓർക്കിഡ് പ്ലാന്റ് ഇറക്കി വെച്ചിട്ട് നമുക്കൊരു 3/4 ഭാഗത്തോളം അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒരു പോട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പ്ലാന്റ്സുകളും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് ഫില്ല് ചെയ്തിട്ട് എടുക്കാം. ഇത് കുറച്ച് വലിയ പ്ലാന്റ് ആണ്, ഇതിൻ്റെ വേരുകളൊക്കെ അത്യാവശ്യം വന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് ഒരിക്കലും ഒരു ചെറിയ പോട്ടിൽ വെക്കാനായിട്ട് പറ്റില്ല. ഞാൻ ആദ്യം കാണിച്ച പോട്ടിൽ ഈ പ്ലാന്റ് വെക്കാൻ പറ്റത്തില്ല. അതിന് നമുക്ക് കുറച്ച് അതിൻ്റെ തന്നെ വലിയ ഒരു പോട്ട് എടുക്കാം. ഈ പോട്ടും നമ്മൾ ഹോളുള്ള ടൈപ്പ് ഓർക്കിഡ് പോട്ട് അതിനകത്താണ് വെക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് നെറ്റുണ്ട്, അതിലും നമുക്ക് ഇത് ഇങ്ങനെ പ്ലാന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റുകൾ നമ്മളിപ്പോൾ റീപോർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ഷെയ്ഡിൻ്റെ താഴെയായിട്ട് വെക്കാം. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഭാഗത്ത് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് ബനാനയുടെ തൊലിയാണ്. അപ്പം നമുക്ക് ഇത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് വെച്ചിട്ടൊരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാം. ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഫ്ലവേഴ്സൊക്കെ കൂടുതലുണ്ടാകാനും പ്ലാന്റിൻ്റെ വളർച്ചയ്ക്കും നമുക്കിത് ഉപയോഗിക്കാം. ചെറിയ പീസ് ആക്കിയതിന് ശേഷം നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലായിട്ട് കുതിർത്ത് വെക്കാം. വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് 1-2 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളം എടുക്കാം. വെള്ളം എടുത്തതിന് ശേഷം നമുക്ക് സ്പ്രെയറിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്പ്രേ ചെയ്താണ് കൊടുക്കുന്നത്. അപ്പം ഇതിനകത്ത് കുറച്ച് ചെറിയ ചെറിയ പീസുകളൊക്കെ കാണാം. അതുകൊണ്ട് നന്നായിട്ടൊന്ന് അരിച്ചതിന് ശേഷം വേണം നമ്മളിത് സ്പ്രെയർ ബോട്ടിലേക്ക് മാറ്റാൻ. അല്ലെങ്കിൽ ആ സ്പ്രെയർ ബോട്ടിൻ്റെ സ്മോൾ ഹോൾസ് ആണ്, അപ്പോൾ അത് ബ്ലോക്ക് ആവും. പൊട്ടാഷ്യം കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ഉണ്ടാകാൻ വേണ്ടി ഏത് പ്ലാന്റിനും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്പ്രേ ചെയ്യുന്നതിന് മുന്നേ സ്പ്രേ ബോട്ടിൽ നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ചെടിയിൽ മൊത്തത്തിലായിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് കെയർ കൂടുതൽ വേണ്ട ഒരു ചെടിയാണ് ഓർക്കിഡ്. അതുകൊണ്ട് തന്നെ അധികം ആരും ഓർക്കിഡ് വളർത്താനായിട്ട് ശ്രമിക്കാറില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഓർക്കിഡിൻ്റെ വെറൈറ്റി കളക്ഷൻസൊക്കെ തേടി പോവുകയും അത് വളർത്തുകയും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുകയുള്ളൂ. പക്ഷെ ആഴ്ചകളോളം നമുക്ക് പൂക്കൾ ആ ഫ്ലവറിങ്സ് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഈ പ്ലാന്റ് നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ളതാണ്.